在接待了，在黑帕斯巴达。Ready? On leaving the aircraft, please. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ നാട്ടിലേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ധൃതിയൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത്. ഇപ്പോൾ കുറച്ച് ദിവസമായി ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറച്ച് മടിയും കുറച്ച് തിരക്കൊക്കെ ആയിട്ട് പോയി. ഞാൻ പോകുന്നതിൽ വിഷമമുണ്ടാ? ഫുഡൊക്കെ നേരത്തിന് കഴിക്കണോട്ടോ എല്ലാവരും. അങ്ങനെയൊക്കെ ചളി അടിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി. സംഭവം ഈ കുട്ടികളുടെ സൗണ്ടും ആ സൗണ്ടും ഈ സൗണ്ടും അപ്പുറത്ത് എന്തൊക്കെയോ പണിയുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വോയിസ് അങ്ങോട്ട് കൂട്ടിയിട്ട് വേണം വീട്ടിൽ സംസാരിക്കാനായിട്ട്. സമ്മാനോ? നമ്മളുണ്ടല്ലോ ഈ പ്രാവശ്യം നാട്ടിൽ പോണത് അബുദാബി എയർപോർട്ടിൽ നിന്നാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് അബുദാബി എയർപോർട്ടിൽ നിന്ന് നാട്ടിലേക്ക് പോണത്. ദുബായിൽ നിന്നൊക്കെ പോയിട്ടുണ്ട്, ഇവിടെ നിന്ന് ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ നമ്മൾ എത്താറായി. അങ്ങനെ എയർപോർട്ട് എത്തി. അപ്പോൾ നമ്മുടെ അരുൺചേട്ടനും സമ്മതിച്ച് കുട്ടീസും നമ്മളെ കൊണ്ടുവന്നാക്കിയിട്ട് അവർ തിരിച്ചു പോവും. നമുക്ക് വേഗം നടക്ക്. ഞങ്ങളില്ലാത്ത ചേച്ചി വിഷമിക്കില്ല. നമ്മുടെ ചെക്കിനൊക്കെ കഴിഞ്ഞു, എമിഗ്രേഷൻ കഴിഞ്ഞു, സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത് ഫുഡ് അടി. ഇവിടെ കുറേ എന്താ പറയുക, ഡ്യൂട്ടി ഫ്രീയിൽ കുറേ ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. നോക്കി നടന്നാൽ കഴിയൂല, അത്രയുണ്ട്. ജാനി നല്ല ഉറക്കത്തിലാണ്. ഇനി എന്താ അടുത്ത പരിപാടി? ഫുഡ് അടി. അബുദാബി ഡ്യൂട്ടി ഫ്രീ ആണിത്. കുറേ ബ്രാൻഡുകളുണ്ട്, ഷനൽ, അർമാനി, എല്ലാം ഉണ്ട്. അത് നോക്കാനുള്ള സമയമില്ലല്ലേ? ഫുഡ് കഴിച്ചിട്ട് നമ്മൾ നോക്കുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ ലോഞ്ചിലേക്കുള്ള വഴി. അങ്ങനെ നമ്മൾ ലോഞ്ചിലേക്ക് കയറി. എനിക്ക് ഈ ഫുഡുകളൊന്നും വലിയ കണ്ടു പരിചയമില്ലാത്തതിനാൽ ഹസ്ബൻഡ് വിശദീകരിച്ച് തരണം എന്താ സംഭവമൊക്കെ. പിന്നെ സാലഡ്സ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സാലഡ്സ്. ഇത് നമ്മുടെ മെയിൻ കോഴ്സ്, ബിരിയാണി, ചിക്കൻ മറ്റൂസ് ബിരിയാണി, ഫിഷ്, പിന്നെ പേസ്ട്രീസ്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ എടുത്തു. ജാനിക്കുട്ടി ഇതേ തന്നെ കോരി കഴിക്കുന്നുണ്ട്. ഞാൻ അധികം കഴിച്ചില്ല, എനിക്കെന്തോ രാവിലെ അത്ര വിശപ്പുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ചിറങ്ങി. അത് കാരണം എന്തോ എനിക്ക് റൈസും വല്ലാണ്ട് അങ്ങോട്ട് പിടിച്ചില്ല. പിന്നെ ഈ കാണുന്ന റൈസ് ഒരു പ്രത്യേക റൈസാണ് കേട്ടോ. ഈ റൈസിലൊക്കെ ഉണ്ടല്ലോ അവർ മുഴുവൻ മല്ലി അങ്ങോട്ട് ഇടും. നമ്മൾ മല്ലിപ്പൊടിയൊക്കെ ആണെങ്കിൽ ഇവർ ഫുൾ മല്ലിയാണ് യൂസ് ചെയ്യണം. എനിക്ക് തോന്നുന്നു അബുദാബിയിൽ എല്ലായിടത്തും ഈ മല്ലി യൂസ് ചെയ്ത് സ്വാഭാവികമായിട്ടുള്ളതാണെന്ന് തോന്നുന്നു. കാരണം എൻ്റെ ഹസ്ബൻഡ് ആയാലും ആളുടെ കമ്പനിയിൽ നിന്ന് ഇടയ്ക്ക് ഇങ്ങനെ ഫുഡൊക്കെ കൊണ്ടുവരും. ഏതെങ്കിലും റൈസൊക്കെ കൊണ്ടുവരുമ്പോൾ അതിൽ ഫുൾ ഈ മുഴുവൻ മല്ലി കിടക്കുന്നുണ്ടാവും. അത് കടിച്ചാൽ തന്നെ നമ്മുടെ വായല ആ ടേസ്റ്റാണ് പിന്നെ ഉണ്ടാവുക. അതിനുശേഷം എനിക്ക് ഇങ്ങനത്തെ ഫുഡ് കഴിക്കുമ്പോൾ ഈ മല്ലി കാണുന്നതേ തന്നെ വലിയ ഇഷ്ടമില്ലാത്ത പരിപാടികളാണ്. പിന്നെ ഹസ്ബൻഡ് ഇപ്പം കഴിക്കണം ആ സംഭവം അത്യാവശ്യം നല്ല ഇഷ്ടമാണ്. അത് കഴിക്കി
അങ്ങനെ പുള്ളിക്കാരൻ എടുത്ത് കഴിക്കണ കണ്ടപ്പോൾ എന്നാൽ പിന്നെ ഞാനും ഒരു പ്ലേറ്റ് എടുക്കട്ടെ എന്നുള്ള രീതിയിൽ ഞാനും കുറച്ചെടുത്തു. അത്യാവശ്യം ഞാൻ പറഞ്ഞില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അതുമാത്രമേ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾക്ക് ഫ്ലൈറ്റിൽ നിന്നും ഫുഡ് ഉള്ളതിനാൽ ഞാൻ എന്താ പറയുക അധികം വയറ് നിറച്ച് കഴിപ്പിച്ചില്ല, ഞാനും കഴിച്ചില്ല. നമുക്ക് ഫ്ലൈറ്റിൽ ചെന്നിട്ട് കഴിക്കാമല്ലോ. ബായ് പറഞ്ഞു, ബായ്. എന്താണ് പിന്നെയും ഞാൻ കൊടുത്ത പൈസ പോലെ മുതലാക്കി നടക്കുന്നുണ്ട്. അങ്ങനെ പയ്യെ അതൊക്കെ കഴിച്ചു. ഫുഡൊക്കെ കഴിച്ച് നമ്മൾ പോവാൻ കേട്ടോ. ഇപ്പം എൻ്റെ പിന്നിൽ കൂടെ പോണേ ആ അങ്കിളിനെ നോക്കി ജാൻകുട്ടി ഹായ് എന്നൊക്കെ പറയണേ കേട്ടോ. അവർ ചിരിച്ചതാണ് സംഭവം. എൻ്റെ പുത്രി കാണുന്ന എല്ലാവരെയായിട്ടും ഹായ് ബായ് ടാറ്റാ എന്നൊക്കെ പറഞ്ഞിട്ട് ഈവൻ നമ്മൾ പരിചയമില്ലാത്ത എല്ലാവരും നോക്കി അവൾ ഭയങ്കര സംസാരമൊക്കെയാണ്. സംസാരം എന്ന് വെച്ചാൽ അവൾ ഭയങ്കര സംസാരം തുടങ്ങിയിട്ടില്ലെങ്കിലും ഹായ് എന്നൊക്കെ പറയും. നമ്മൾ കാണാത്ത ആൾക്കാരാണ്, ആദ്യമായിട്ട് കാണുന്നതാണെങ്കിലും അവരുടെ ഒപ്പം പോയി അവരുടെ മേത്ത് കയറിയിരിക്കുക അങ്ങനത്തെ ഒക്കെ സ്വഭാവം എൻ്റെ പുത്രിക്ക് ചെറുതായിട്ടുണ്ട്. ചെറുതായിട്ടല്ല, കൂടുതലാണ്. അങ്ങനെ നമ്മൾ കുപ്പി സെക്ഷനിൽ പോയി കുപ്പിയുടെ റേറ്റ് നോക്കിയിട്ടുണ്ടോ. നമ്മൾ ഈ പ്രാവശ്യം പോണത് എയർ അറേബ്യയിലാണ്. ഇതേ കിടക്കുന്നത് നമ്മുടെ ഫ്ലൈറ്റ്. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ നാട്ടിൽ പോകുമ്പോഴുള്ള സന്തോഷം അതൊന്നും വേറെ ഒന്ന് തന്നെയാണുള്ളത്. കാരണം നമ്മൾ എത്ര നാൾ ഇവിടെ നിന്നിട്ട് നമ്മൾ നാട്ടിലേക്ക് പോകുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരിക്കുമല്ലോ. And do not block the aisle. Please switch off all electronic devices, including mobile. നമ്മുടെ സീറ്റൊക്കെ കിട്ടി, അവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഞാനിവിടെ നേരത്തെ തന്നെ അവിടെ കയറ്റി ഇരുത്തി. ഞാൻ എന്ത് ചെയ്യുന്നു അറിയോ, ഞാൻ ഫ്ലൈറ്റ് കയറുമ്പോഴേക്കും ഞാൻ സീറ്റ് ബെൽറ്റ് ഇടും. കാരണം അവർ പറയണേക്കാൾ മുമ്പ് ഞാൻ സീറ്റ് ബെൽറ്റ് കിട്ടിയിരിക്കും. അങ്ങനത്തെ ചെറിയ പ്രാന്തൊക്കെ എനിക്കുണ്ട്. നമ്മുടെ ഫ്ലൈറ്റ് 3:30 ഇപ്പോഴത്തെ ക്ലൈമറ്റ് അനുസരിച്ച് അറിയാമല്ലോ, നല്ല വെയിലും നല്ല ചൂടായിരുന്നു അവിടെ. وتوقفها تماما. Smoking and drinking alcohol are strictly forbidden on board, and all toilets are equipped with smoke detectors. Thank you for your attention, and we wish you a pleasant flight. التدخين سفرنا هذا البر والتقوى ومن العمل ما ترضى هون علينا سفرنا هذا. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ. അങ്ങനെ പയ്യെ നമ്മുടെ ഫ്ലൈറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. മിക്കവർക്കും ഫ്ലൈറ്റിന് പോകാൻ ഇഷ്ടമായിരിക്കും. എനിക്ക് ബസ്സിലായാലും ഫ്ലൈറ്റിലായാലും ട്രെയിനായാലും യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. ചെറുപ്പത്തിലായാലും നമ്മൾ ലോങ് പോവുകയാണെങ്കിൽ ഞാൻ ഉറങ്ങുന്നില്ല. ബസ്സിലായാലും കണ്ണ് തുറന്നിരിക്കും. അതുപോലെ ഫ്ലൈറ്റിലായാലും ഞാൻ ഉറങ്ങേയില്ല. വെളുപ്പിനൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒന്ന് കണ്ണടയ്ക്കെങ്കിലും രാവിലെ ഉച്ചയ്ക്ക് അങ്ങനെയൊന്നും ഞാൻ ഉറങ്ങില്ല. കണ്ണ് തുറന്നിങ്ങനെ ഇരിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ ടേക്ക് ഓഫ് ചെയ്തു ഗൈസ്. സ്മൂത്തായിട്ട് ടേക്ക് ഓഫ് ചെയ്തത്. അങ്ങനെ വലിയ ബഹളങ്ങളൊന്നുമില്ല, സ്മൂത്തായിട്ട് തന്നെ ഇതായിട്ടു. നല്ല രസമുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈം ഞാൻ ദുബായിൽ വന്ന ടൈമിൽ തന്നെ ഫസ്റ്റ് ടൈം ഞാൻ വന്നപ്പോൾ നമ്മൾ ലാൻഡ് ചെയ്യണ സമയത്ത് ഞാൻ ഇതെന്താ ഫുൾ പെട്ടിക്കട, എനിക്കങ്ങനെ ഫീൽ ചെയ്താൽ മോളിൽ നിന്ന്. കാരണം നമ്മുടെ നാട്ടിലേക്ക് ഈ പച്ചപ്പൊക്കെ കണ്ട് പെട്ടെന്ന് ഇവിടെ നമ്മൾ ലാൻഡ് ചെയ്യുമ്പോൾ ആ ഒരു അനുഭൂതിയായിരിക്കും. ഇനി നമ്മൾ ഇവിടെ നോക്കിക്കോ, ഇപ്പം കാണുന്ന ഒരു ഇത് നമ്മൾ നേരിട്ട് നമ്മുടെ അവിടെ പോകുമ്പോൾ നമ്മുടെ അവിടെ എത്തുമ്പോൾ ഫുൾ പച്ചപ്പ്. അങ്ങനെയൊക്കെ ഇവിടെ നിന്ന് ഈ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ചിട്ടൊക്കെ പോവാം. لذلك دورة يتزود الأجهزة إنذار كاشفة للدخان. أدخل وضعية الطائرة.
صحي خاص بعضها عجب ماده smoking including e-cigarettes and vapes. അങ്ങനെ എല്ലാം സെറ്റായി. ഞാൻ നെക്ക് പില്ലോ ഒക്കെ വെച്ചിട്ടുണ്ട്. എൻ്റെ ബാക്കിലുള്ള ചേട്ടനെ തുറപ്പിച്ച് നോക്കുന്നുണ്ട്. ആ ചേട്ടൻ കണ്ടല്ല ഞാൻ വീഡിയോ എടുക്കുന്നത്. ഓക്കെ, ഞാൻ ഉറങ്ങുന്ന പോലെ അഭിനയിച്ചിരിക്കുവാണ്. പക്ഷേ എനിക്ക് ഉറക്കം വരില്ലല്ലോ. എന്തൊക്കെയാലും ഇനി കഴുത്ത് വേദന വേണ്ട എന്നുള്ള രീതിയിൽ അത് ഞാൻ ജസ്റ്റ് വെച്ചേക്കുന്നേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ ഫുഡ് എത്തി ഗൈസ്. എന്നെ പോലെ ആരൊക്കെയുണ്ട്? എനിക്കില്ലേ ഫ്ലൈറ്റിലത്തെ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. ഫ്ലൈറ്റിലത്തെ എന്നല്ല, എനിക്കിപ്പോൾ നമ്മൾ പുറത്തേക്ക് പോയി എന്തെങ്കിലും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കണം. നമ്മുടെ പച്ചക്കുതിരത്ത് ദിലീപിൻ്റെ അവസ്ഥയാണ്. എനിക്ക് ഫുഡ് എപ്പോൾ നോക്കിയാലും എന്തെങ്കിലുമൊക്കെ വേണം. അങ്ങനെ എൻ്റെ ഹസ്ബൻഡിന് എന്നെ ഒരു സൈഡ് നോക്കണം, ഒരു സൈഡിൽ എൻ്റെ കൊച്ചിനെ നോക്കണം. ഞങ്ങൾ രണ്ടുപേരും പുള്ളിക്കാരെ നോക്കിക്കൊണ്ടിരിക്കും. പാവം. പക്ഷേ ഇതൊരു പ്രത്യേക രസമല്ലേ. നമ്മളിങ്ങനെ ഇരുന്ന് കുറച്ച് കഴിയുമ്പോഴേക്കും വിശക്കുമ്പോൾ അവർ ഫുഡ് കൊണ്ടുവരുന്നു. ആഹാ, ഫ്ലൈറ്റിലെ ഫുഡ് എനിക്ക് നല്ല ഇഷ്ടമാണ്. പിന്നെ കൊല്ലത്തിലൊക്കെ അല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നുള്ളൂ എന്നുള്ള സമാധാനത്തിൽ നമ്മൾ പൈസ കൊടുത്താലും കഴിക്കുന്നു, അത്രയൊക്കെ തന്നെ. ഞാനൊരു 2-3 പ്രാവശ്യം മാത്രമേ അവിടെ നിന്ന് ഇങ്ങോട്ടൊക്കെ വന്നിട്ടുള്ളൂ, ഇവിടെ നിന്ന് അങ്ങോട്ടും. പിന്നെ ഞാൻ ഏതൊക്കെ ഫ്ലൈറ്റിൽ വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ എൻ്റെ ഒരു ഓർമ്മയിൽ എയർ ഇന്ത്യ ഒരു ടൈമിൽ എങ്ങാണ്ട് ഞാൻ എയർ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. പിന്നെ സ്പേസ് ജെറ്റിൽ വന്നിട്ടുണ്ട്. പിന്നെ എമിറേറ്റ്സിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഞാൻ വന്നിട്ടില്ല. പിന്നെ ഞാൻ പോകേണ്ട ആവശ്യം വന്നിട്ടില്ല നാട്ടിലേക്ക്. നമുക്ക് കിട്ടിയ ഫുഡ് ബിരിയാണി ആയിരുന്നു കേട്ടോ. ചിക്കൻ ബിരിയാണി ആയിരുന്നു ഞാൻ ഓർഡർ ആക്കിയത്. അത്യാവശ്യം ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ പയ്യെ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ജാനിക്കുട്ടിനെ പറഞ്ഞില്ലല്ലോ, അവൾക്ക് ഉണ്ടല്ലോ നഗറ്റ്സ് ഇല്ലേ, ചിക്കൻ നഗറ്റ്സ്, ആ സംഭവം. പിന്നെ പാസ്തയായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ. അതെനിക്ക് നഗറ്റ്സ് അവൾ 1 പീസ് 2 പീസ് എന്ത് കഴിച്ചോളൂ, ബാക്കി ഞാൻ തീർത്തു. അപ്പോൾ നോക്കിയപ്പോഴാണ് ദേ നല്ല രസമില്ലേ കാണാനായിട്ട്. ഈ ഒരു സീൻ കണ്ടപ്പോൾ വേഗം വീഡിയോ എടുക്കുക കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ആ ഭംഗിയൊക്കെ കണ്ടു. നോക്കിയപ്പോൾ ജാനിക്കൂട്ടൻ ദേ നല്ല ഉറക്കത്തിലായി. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ദേ നമ്മുടെ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടായി. പിന്നെ രാത്രി ആയതുകൊണ്ട് എന്താ പറയുക, ലാൻഡിങ്ങിൻ്റെ ടൈമിൽ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. വീഡിയോസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഫുൾ എന്താ പറയുക ഒന്നും കാണാനില്ല. എന്തൊക്കെ പറയാനുള്ളത്, നമ്മുടെ കൊച്ചി എത്തിയപ്പോൾ ഭയങ്കര സന്തോഷമായി. എത്തിയാ സേഫ്ലി ലാൻഡഡ് ആഫ്റ്റർ 1 മണിക്കൂർ ഡിലേ. 1 മണിക്കൂർ ഡിലേ. 9:15 എത്തേണ്ട നമ്മൾ 10:15. അങ്ങനെ ജാനിക്കുട്ടി ഉറക്കത്തിൽ നിന്നൊക്കെ എണീറ്റു. അപ്പോഴും ഞാൻ ആ കാഴ്ച കണ്ടത്, നമ്മുടെ ലഗേജൊക്കെ എടുത്ത് വെക്കണമെങ്കിൽ ചേട്ടന്മാർ. പിന്നെ ഞാൻ ഈ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയാലും ഞങ്ങളിങ്ങനെ പെട്ടെന്ന് ഓടില്ല, അവസാനത്തെയായിരിക്കും ചിലപ്പോൾ ഞങ്ങൾ ഇറങ്ങാം. കാരണം അതായത് ധൃതി പിടിച്ച് പോകേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ പയ്യെ എല്ലാ സാധനത്തിലും ഇത് ലാസ്റ്റ് കണ്ടോ ആരുമില്ല, ഞങ്ങൾ ലാസ്റ്റ് ഇറങ്ങാറുള്ളൂ. അങ്ങനെ നമ്മളത് പയ്യെ ഇവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ജാനിക്കുട്ടി എന്താ പറയുക, അവിടെ ഒരു ആനക്കുട്ടിനെ കണ്ടു. ആനക്കുട്ടി മീൻസ് അവിടെ ആന ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അവിടെ വെച്ചിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത്. അവൾ നേരിട്ട് ഇങ്ങനെ ആനൊന്നും കാണാൻ കിട്ടണില്ലല്ലോ നമ്മുടെ ദുബായിൽ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ കൊച്ചി ഡ്യൂട്ടി ഫ്രീയിൽ വന്നു. കുറച്ച് സാധനങ്ങളൊക്കെ നോക്കി, ഒട്ടുക്കത്തെ പ്രൈസ്. അപ്പോൾ അവിടെ നിന്ന് എല്ലാം നോക്കി കണ്ടു ഇറങ്ങി. വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ വീട്ടിൽ സർപ്രൈസ് കൊടുക്കാനായിട്ട് പോകുന്നത്. സർപ്രൈസ് ഒന്നുമില്ല, ഈ മാസം തരും എന്നറിയാം. പക്ഷേ ഇത് നമ്മുടെ ലഗേജ് എത്തിയിട്ട് അതിൻ്റെ ഇടയ്ക്ക്. പിന്നെ ഞാൻ വീട്ടിൽ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഇന്ന് വരും എന്നുള്ള കാര്യം. വീട്ടിലാരെന്ന് വെച്ചാൽ എൻ്റെ അമ്മനോട് അച്ഛനോടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ബ്രദേഴ്സ് 2 പേര് ബഹറിലാണ്, അവർ ഇപ്പോഴൊന്നും എത്തില്ല. അപ്പോൾ പിന്നെ ആരോടും പറയാത്തതുകൊണ്ട് ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ ഞങ്ങളെ പിക്ക് ചെയ്യാൻ വരുന്നത്. വേറെ ആരും, അല്ലെങ്കിൽ എയർപോർട്ടിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമായിരുന്നു, അച്ഛനോ അമ്മയോ ആരെങ്കിലുമൊക്കെ വരുമായിരുന്നു കാണാനായിട്ട്. പക്ഷെ ആരോടും പറഞ്ഞില്ല. ജാനിക്കുട്ടി ആ സമയം കൊണ്ട് ആ ചേച്ചിയുടെ ഒപ്പം പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി വന്ന് നിൽക്കുന്നുണ്ട്. അങ്ങനെ ലിജോ ചേട്ടൻ നമ്മൾ പെട്ടിയൊക്കെ ഏൽപ്പിച്ചു, എല്ലാവരും കൂടി എടുത്ത് വയ്ക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. എന്തൊക്കെ പറഞ്ഞാലും 1 വർഷത്തിന് ശേഷമാണ് ഇപ്പം ഞാൻ നാട്ടിലേക്ക് വരുന്നു എന്ന നിഗമനം. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ വരുന്നതായിരുന്നു. എൻ്റെ വീട് വരുന്നത് കൊടുങ്ങല്ലൂരാണ്, തൃശ്ശൂർ. ഹസ്ബൻഡിൻ്റെ വീട് കൊടകരയാണ്. ഇനി ഇവിടെ നിന്ന് നേരിട്ട് പോണത് ഹസ്ബൻഡിൻ്റെ വീട്ടിലായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിലേക്ക് പോവും, കൊടുങ്ങല്ലൂർക്ക് പോവും. അപ്പം ഞാനൊരു വ്ളോഗ് ചെയ്യുന്നുണ്ട്, കാരണം അമ്മയ്ക്ക് സർപ്രൈസ് കൊടുക്കാനാണല്ലോ പോകുന്നത്. മാക്സിമം നമ്മൾ വീഡിയോ എടുക്കാൻ നോക്കാം. അപ്പോൾ
അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതാണ് ഗൈസ്. എൻ്റെ വീഡിയോസൊക്കെ കാണാം. വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ബൈ.